ഉള്ളിൽ ഏതെങ്കിലും ഇംപ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെയും ഇൻഫെക്ഷൻ കൂട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഫെക്ഷൻ ഉള്ള സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ഇതൊരു ചോയ്സാണ്. കാരണം ഇൻഫെക്ഷൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടില്ല, ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് ഇൻഫെക്ഷൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയും ചെയ്യും. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ബോൺ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് റൈറ്റ് നൗ ബെസ്റ്റ് ഓപ്ഷൻ ഇലിസ്റോവ് തന്നെയാണ്. മറ്റ് ടെക്നോളജികളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, ഇപ്പോൾ ഗ്രാഫ്റ്റിംഗ് അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോഴും ഒരു ഇതിൻ്റെ അത്ര ബെനിഫിറ്റ് ഒരിക്കലും കിട്ടുന്നില്ല. ടു ബി വെരി ഫ്രാങ്ക്, ഇപ്പം ഞാൻ കഴിഞ്ഞ 14-15 ഇയേഴ്സായിട്ട് ഇൻടു ഈ സ്പെഷ്യാലിറ്റിയാണ്. നമുക്ക് ഇലിസ്റോവ് ചെയ്ത കേസുകളൊന്നും ഫെയിൽ ചെയ്തിട്ടില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇപ്പോൾ 6 തവണ വരെ തിയേറ്ററിലേക്ക് പോകേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഇൻഫെക്റ്റഡ് ആയി ഒരു ഏരിയ ദ്രവിച്ചു പോയി, അപ്പോൾ അത് റിമൂവ് ചെയ്യേണ്ടി വരും. പിന്നെ ഇൻഫെക്ഷൻ ചിലപ്പോൾ ഫുള്ളി സെറ്റിൽ ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ റീഡിബ്രൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഹാസ് നെവർ ഫെയിൽഡ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ, അതായത് ഇപ്പോൾ ഈ ബോൺ ലോസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബോൺ ഇൻഫെക്ഷൻ സിറ്റുവേഷൻ അല്ലെങ്കിൽ സിവിയർ ഡിഫോമിറ്റീസ്, നമുക്ക് മറ്റ് മെത്തേഡ്സ് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഡിഫോമിറ്റികൾ, ഇതിൽ ഡെഫിനറ്റ്ലി ഇലിസ്റോവ് ഹാസ് എ റോൾ ഇന്നത്തെ കാലത്ത്. അതിനൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. കാരണം മാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ നാട്ടിലെ ഹൈ എനർജി ഇഞ്ചുറീസ് ആക്ച്വലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കൂടുന്നിടത്തോളം കാലം റൈറ്റ് നൗ നമുക്ക് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ല. റിംഗ് ഫിക്സേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. അപ്പോൾ ഇത് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റോൾ. പേഷ്യൻറ്റിനെ സംബന്ധിച്ച് കാലിലൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, ഡെഫിനറ്റ്ലി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ആസ് പെയിൻഫുൾ ആസ് ഇറ്റ് ഈസ്. ഇതിനൊരു മോശം റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതിൻ്റെ റീസൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ടെക്നോളജി വന്ന കാലത്ത് എവരി വൺ വാസ് ഡൂയിങ് ദാറ്റ്. അതിൻ്റെ ഒരു ട്രെയിനിങ് ഇല്ലാത്തവർ കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അൾട്ടിമേറ്റ്ലി അതൊരു പെയിൻഫുൾ പ്രൊസീജിയർ ആയിട്ടാണ് എല്ലാവരും അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോപ്പർ കെയർ ഉണ്ട്. അതായത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഈ പേഷ്യൻസിന് കൊടുക്കും, ഇതിട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം. അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വെരി പെയിൻഫുൾ. ഒരിക്കലും ഞാനിതൊരു ഈസി മെത്തേഡാണെന്ന് പറയുന്നില്ല. കാരണം നമ്മുടെ കാലിൽ ഒരു എക്സ്ട്രാ സാധനം വെച്ച് നടക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ആൻ ഈസി തിങ്. പക്ഷെ ഈ സംഗതികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇലിസ്റോവ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മിനിമം പെയിൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് പലപ്പോഴും ആൾക്കാർക്ക് അവെയർ അല്ല. പീപ്പിൾ കൺസിഡർ ദിസ് ആസ് എ പെയിൻഫുൾ പ്രൊസീജിയർ. ഇതൊരിക്കലും അല്ല. നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല.